നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള വിഷൻ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രത്യേക വ്യക്തിത്വത്തെയാണ്. 10 വർഷത്തിന് നഴ്സിംഗ് സേവനത്തിന് ശേഷം 2 കൊല്ലമായിട്ട് ഇപ്പോൾ തൻ്റെ പാഷൻ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ളൊരു പാഷൻ മുൻനിർത്തിക്കൊണ്ട് ജിനൂസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. 2 വർഷമായി ഇന്ന് ബാക്കിയുള്ള എല്ലാ അക്കാഡമീസിനെയും പിന്തള്ളിക്കൊണ്ട് മികച്ച വ്യത്യസ്തമായിട്ടുള്ള പഠന രീതിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജിനൂസ് അക്കാഡമിയുടെ അമരക്കാരിയായിട്ടുള്ള ജിനു ടാലൻറ്റ് മാമിനെയാണ്. സോ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. വെൽക്കം മാം. താങ്ക് യു. അപ്പോൾ 2 വർഷം കൊണ്ട് ഒത്തിരി നല്ല ഫേമസ് ആയിട്ടുള്ള അക്കാഡമീസിനൊക്കെ പിന്തള്ളിക്കൊണ്ട് ജിനൂസ് അക്കാഡമി അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു കാര്യം 2 വർഷം കൊണ്ട് നടന്നു വരികയാണ് അല്ലേ? സോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ജേർണി ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഷുവർ. ഇപ്പം നമ്മുടെ ഈ ഒരു ജിനൂസ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പം 2 വർഷം, അതായത് ഈ മാർച്ച് വരുമ്പോൾ ഞാൻ 2 ഇയർ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. മാർച്ച് ലാസ്റ്റ് ആകുമ്പം 2 വർഷം ആകാനായിട്ട് പോകുന്നു. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്, ദൈവമേ ഞാൻ തന്നെയാണ് ഇവിടം വരെ വന്നെത്തി നിൽക്കുന്നതെന്ന്. ഈ 2 വർഷത്തെ ജേണി അത്യാവശ്യം വളരെ മനോഹരമായിരുന്നു, സ്ട്രഗിളായിരുന്നു എല്ലാം. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു 2 ഇയേഴ്സ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഇയർ ജേണിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും പോലെ സ്വപ്നം കണ്ട് പുറത്തേക്ക് പോകണം, UK അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ എവിടെയൊക്കെ ഒന്ന് പോയി സെറ്റിലായി അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അതിനുവേണ്ടിയാണ് ഗൾഫിലുണ്ടായിരുന്ന എൻ്റെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഞാൻ നാട്ടിലേക്ക് ലാൻഡ് ചെയ്തത് തന്നെ. അങ്ങനെ വന്ന സമയത്തായിരുന്നു നമുക്ക് കൊറോണയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചാൾ ഓൺലൈനിൽ ഇങ്ങനെ OET ഒക്കെ ഞാൻ പഠിച്ചായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോടിങ്ങനെ ഡൗട്ട്സൊക്കെ ചോദിക്കുമായിരുന്നു. ചില മൊഡ്യൂൾസിൻ്റെ ഡൗട്ട്സൊക്കെ ചോദിക്കും, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, എടി നീ ആണെങ്കിൽ സാറുമാർ പറഞ്ഞതിനേക്കാൾ നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, എന്തോ നീ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ കൂടെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പണ്ട് തൊട്ട് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഇങ്ങനെ ഒരു ടീച്ചിങ്ങിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറയല്ലോ, അതിനുള്ളൊരു കപ്പാസിറ്റി, ഒരു കഴിവൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ഇങ്ങനെ ഒരു ആഗ്രഹം, നമ്മൾ പറയത്തില്ല, ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ കുറച്ചായിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ പിന്നെ അവരെന്തെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സിനെ കുറച്ച് പേര്, അതായത് ജിനു പറഞ്ഞു തന്നാൽ നന്നായിട്ട് മനസ്സിലാവും, ജിനു ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെയൊക്കെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെ ആദ്യത്തെ മാസം തന്നെ ഞാൻ ഒരു 50 സ്റ്റുഡൻസ്, ഞാനിത് ഇങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഏകദേശം 50 സ്റ്റുഡൻസ് ആദ്യത്തെ മാസം തന്നെ എന്നെ അന്വേഷിച്ച് വരാനായിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പതുക്കെ ഒരു യൂട്യൂബ് ചാനൽ, ഒരു 10-15 പിള്ളേർ വന്നപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ കുറേ പേർക്ക് ഈ ഒരു സർവീസ് എത്തിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആ യൂട്യൂബ് ചാനലിൽ ഞാൻ അവതരിപ്പിച്ച രീതി വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ആ ഒരു രീതി കണ്ടുകൊണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ചാനലിലോട്ട് കയറുകയും ആ വീഡിയോസ് കണ്ട് കുറേ കുട്ടികൾ പഠന സഹായമായിട്ട് എന്നെ അന്വേഷിച്ച് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ അവിടെ നിന്നാണ് ഈ ഒരു ജിനൂസ് അക്കാഡമി എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ആയത്. അങ്ങനെയാണ് ഈ ഒരു ജേണിയുടെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും ആദ്യം തൊട്ട് അവസാനം വരെ നോക്കുമ്പോൾ കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റാഫ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരു ഗ്രോത്ത് ആണെങ്കിലും. സോ എന്തൊക്കെ ഗ്രോത്താണ് അന്ന് തൊട്ട് ഇന്ന് വരെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിനൂസ് അക്കാഡമിക്കുള്ളത്? ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ, ഇതിലേക്ക് വരുന്ന എൻക്വയറി കോള്, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു മാനേജ്മെൻറ്റ് എല്ലാം ചെയ്തിരുന്നത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പറഞ്ഞൊരു 10-50 പിള്ളേരൊക്കെ ആയി തുടങ്ങിയപ്പം എനിക്ക് പഠിപ്പിക്കലും അതുപോലെ ഇവർക്ക് വരുന്ന എൻക്വയറി കോൾ എടുക്കലും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, ടാലൻറ്റ് വർഗീസ് എന്നാണ് പേര്, ഞാൻ ഹസ്ബൻഡ് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ആണ് ഏകദേശം ഒരു 8 to 9 months വരെ ഞങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 10th month ആയപ്പോഴാണ് ഞാൻ വളരെ ചെറിയ രീതിയിൽ ഒരു ഓഫീസ് എടുത്തത്. അങ്ങനെ ഈ ഒരു സ്റ്റുഡൻസ് ഇങ്ങനെ പതുക്കെ കയറാനായിട്ട് തുടങ്ങിയപ്പോൾ ഓൺലൈനിൽ ഞാൻ സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്തു. ആദ്യം അതാണ് ഞാൻ ചെയ്തത്. ഓഫ്ലൈനിൽ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഓൺലൈനിലോട്ട് ഞാൻ സ്റ്റാഫിനെ എടുത്ത് ഇങ്ങനെ കുറച്ച് സ്റ്റുഡൻസിനെ അലോക്കേറ്റ് ചെയ്ത് ബാക്കി എല്ലാവർക്കും കൂടെ കോമൺ സെഷൻ ഞാൻ എടുക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരും. ആ സമയത്ത് എനിക്കിങ്ങനെ ത്രോട്ടിനൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കാരണം കോൾ എടുക്കുന്നത് നമ്മൾ, ഇവരുടെ ഡൗട്ട്സ് ക്ലിയറൻസ് നമ്മൾ, അതുപോലെ പഠിപ്പിക്കുന്നത് എല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പം നമുക്ക് ത്രോട്ടിന് ഇച്ചിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം ഡോക്ടർ പറഞ്ഞു ത്രോട്ടിന് കുറച്ച് റെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹസ്ബൻഡ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ദെൻ ഓൺലൈനിൽ കുറച്ച് സ്റ്റാഫിനെ എടുത്ത് ഞാൻ പയ്യെ കയറുന്നു. ഇപ്പോൾ ഏകദേശം ഓൺലൈനും ഓഫ്ലൈനായിട്ട് 500 അബവ് സ്റ്റാഫ് എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഞാനിങ്ങനെ അപ്പോയിൻമെൻറ്റ് കൊണ്ടുവന്നു. പിന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷക്കാലത്തോളം ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു മാർക്കറ്റിങ്ങും ഇല്ലായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല ആദ്യത്തെ 1 ഇയർ. പക്ഷേ എന്നിട്ട് എന്നെ തേടി ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ചോളം ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ഒരു പ്രത്യേക സ്ട്രാറ്റജിയിലാണ്. ഒരു ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് വീക്ക് ആ വാർഡിലുള്ള എല്ലാവരും ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കും. ദെൻ ആ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ തൂത്തുവാരി ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കും. കാരണം എൻ്റെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അങ്ങനെയാണ് പോണത്. അങ്ങനെ ആ ഹോസ്പിറ്റൽ മൊത്തം വരും. ദെൻ അടുത്തൊരു ഹോസ്പിറ്റൽ വരുമ്പം അവിടുന്ന് ഒരാളെ തന്നെ ആ വാർഡ് വരും, ആ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം വരും. തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാവരും കൂടെ അഡ്മിഷൻ എടുക്കും. അപ്പം അങ്ങനെ ഒരു മാസമായിട്ട് അഡ്മിഷൻ കയറാനുള്ള ഒരു റീസൺ അതാണ്. അപ്പം നമ്മൾ കുട്ടികൾക്ക് അത്രയും നല്ലൊരു ക്വാളിറ്റി ക്ലാസ് കൊടുക്കുമ്പം അവർ തന്നെ പോയിട്ട് ജിനൂസ് അക്കാഡമി നല്ലതാണെന്ന് മറ്റുള്ള സ്റ്റുഡൻസിനോട് പറഞ്ഞ് ആ ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എത്രത്തോളം സ്റ്റുഡൻസ് ഇപ്പോൾ ഉണ്ട് നമുക്ക് നിലവിൽ? നമുക്ക് എല്ലാ മാസവും നമുക്കൊരു 1000-ലധികം സ്റ്റുഡൻസിന് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിങ്ങനെ ഒരു ബാച്ച് കയറുമ്പോൾ അടുത്ത ബാച്ച് ഇറങ്ങും, അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണെങ്കിലും അത്രയും കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരണമെങ്കിൽ അതിനൊരു റീസൺ വേണം. അപ്പം എന്തൊക്കെയാണ് ബാക്കിയുള്ള അക്കാഡമീസിൽ നിന്നും ജിനൂസ് അക്കാഡമിയെ മാറ്റി നിർത്തുന്നത്, വ്യത്യസ്തമാക്കുന്നത്, യുണീക്ക് ആക്കുന്നത്? അപ്പോൾ അതിനെന്തായാലും തീർച്ചയായിട്ടും നഴ്സിംഗ് ഫീൽഡിൽ നിന്നൊരാളാണ് ജിനു മാം. അപ്പം എന്തൊക്കെയാണെങ്കിലും കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ നേരിട്ടിട്ടായിരിക്കും അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിക്കും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിട്ട സമയത്താണെങ്കിലും ഞാൻ ഈ ഒരു അക്കാഡമി തുടങ്ങിയ സമയത്താണെങ്കിലും ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ജിനു ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ഫേമസ് ആയി നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ തുടങ്ങി സക്സസ് ആവാൻ പറ്റുമോ? ഉള്ള സമയം കൊണ്ട് എങ്ങനെയും UK ന്യൂസിലോട്ട് കയറി പോയാൽ പോരെ, ഒരു റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കണോ? ഓക്കെ, എന്താണെങ്കിലും ഇതൊക്കെ കിട്ടിയല്ലേ, കയറി പൊക്കൂടെ, അതല്ലേ നല്ലത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് ഈ മനസ്സിലൊരു ടീച്ചിങ്ങിനോടുള്ളൊരു ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു റിസ്ക് എടുക്കാനായിട്ട് റെഡിയായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ നാട്ടിൽ തന്നെ സ്റ്റേജിൽ ഇപ്പം മറ്റു നഴ്സുമാരെ പോലെ പുറത്തു പോയി ഞാൻ നിൽക്കേണ്ട ഒരാളാണ്. അങ്ങനെ നിന്നതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ അതേ കാറ്റഗറിപ്പെട്ട ഒരാൾക്ക് നമ്മുടെ ഒരു വൈബ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മൾ പറയും ഞാനും അവളും സെയിം വൈബാന്നൊക്കെ പറയാതെ. ഞാൻ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് നേഴ്സുമാരുടെ പൾസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് കയറുമ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പിള്ളേരോട് നിങ്ങളിപ്പോൾ ഇതല്ലേ മനസ്സിൽ വിചാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മാമിന് എങ്ങനെ അത് മനസ്സിലായി എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയായിരുന്നു ഞാനും. ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നതിന് മുൻപ് ഞാനൊരു സാധാരണ നേഴ്സായിരുന്നു. പീഡിയാട്രിക് വാർഡിൽ 12-14 മണിക്കൂർ ഷിഫ്റ്റ് ജോലി ചെയ്തിട്ടുള്ളൊരു സാധാരണ നേഴ്സായിരുന്നു ഞാൻ. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം നിങ്ങളിൽ ഒരാളാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ല പിന്നെ ആരാ നിങ്ങളെ മനസ്സിലാക്കുക? അപ്പം അങ്ങനെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കപ്പാസിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വരും. അതായത് ഞാനിത് പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ മലയാളത്തിലൊന്ന് പറഞ്ഞു. കാരണം ഞാൻ മലയാളം മീഡിയം പഠിച്ച ഒരാളാണ്. ഞാൻ 90 കാലഘട്ടങ്ങളിലുള്ളതാണ്. അന്നേരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെ കുറവായിരുന്നു. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു OET പഠിക്കാനായിട്ട് ഇറങ്ങിയപ്പം സത്യം പറയല്ല, ആദ്യം ഞാൻ വിചാരിച്ചു ഇത് നിർത്തിയിട്ട് ക്ലോസ് ചെയ്ത് പോകാം. കാരണം അത്ര എല്ലാ ചാനലും തുറക്കുമ്പോഴും ഇങ്ങനെ ചറ ഇംഗ്ലീഷ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിത് പറ്റുന്ന പണിയല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. മാത്രമല്ല അങ്ങനെ ഞാൻ കയറി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, ഇത് കുറച്ചും കൂടെ ടിപ്സൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലായേനെ അല്ലേ, കുറച്ചും കൂടെ ഒന്ന് മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കും. അപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാനിതൊരു അക്കാഡമി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പം ഈ പറഞ്ഞ കൺസേൺസ് എല്ലാം തന്നെ ഞാൻ ഇതിൽ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് സോൾവ് ചെയ്തു. അങ്ങനെ സോൾവ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ എൻ്റെ ആദ്യത്തെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. അതിന് ഭയങ്കര റെസ്പോൺസായിരുന്നു. അപ്പം ഒരുപാട് പേര് ഈ ഒരു മെത്തേഡ് കണ്ടിട്ട് അയ്യോ ഇങ്ങനെയും OET പഠിപ്പിക്കാൻ പറ്റുമോ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു ഒരുപാട് സ്റ്റുഡൻസ് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തു. ഭയങ്കര റെസ്പോൺസാണ്. ഇപ്പോഴും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. പറയുമ്പോൾ ഞാനത് എനിക്ക് തോന്നുന്നൊരു വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോ സംതിങ് എവിടെ ഇരുന്ന് എടുത്ത് ഇപ്പോഴും ഞാൻ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ കയറി വന്ന വഴികൾ എല്ലാവരും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇപ്പം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായി നിൽക്കാനുള്ളൊരു കാരണം ഇതിൻ്റെ
ഈ ചുക്കാൻ പിടിക്കുന്ന ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്കറിയാം എന്നെ അന്വേഷിച്ച് വരുന്ന പിള്ളേർ എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു സർവീസ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ടീച്ചിങ്ങിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നേഴ്സുമാരുടെ ഇടയിൽ ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത്ര പെട്ടെന്ന് കത്തിക്കയറി ഒരു വലിയൊരു തരംഗമായിട്ട് പലരും എന്നോട് പറയുള്ളൂ ജിനൂസ് അക്കാഡമി അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയും. എനിക്ക് കേൾക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡായിട്ട് മാറാനായിട്ട് പറ്റിയത് ഞാനൊരു നേഴ്സ് ആയതുകൊണ്ടും മറ്റ് നേഴ്സുമാരെ മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ടീച്ചിങ് രീതികൾ ഇതായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് കൊടുത്ത് മുന്നോട്ട് കയറി വന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് കയറി വരാനും മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു 2 വർഷം അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ടേ കുറച്ച് സ്ട്രഗിൾ നേരിട്ടിട്ടുണ്ടാവും ഇത് ഇത്രയും ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായാലും നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിലുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നേരിട്ടത്, എന്തൊക്കെയായിരുന്നു, അതൊന്ന് ഷെയർ ചെയ്യാമോ? സ്ട്രഗിൾ എന്ന് പറയുമ്പം തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ത്രോട്ട് ഇഷ്യൂ, ഇപ്പം വോക്കൽ കോഡിന് സ്വെല്ലിങ്, അങ്ങനെ കുറേ ഇഷ്യൂസ് അങ്ങനെ പേഴ്സണലി എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരിട്ടിട്ടുള്ള തുടക്ക സമയത്തുള്ള മറ്റ് വെല്ലുകൾ ഇപ്പം 2 രീതിയിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തുടങ്ങിയ സമയത്തും പിന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ ശേഷം 2 രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയ സമയത്ത് ഞാൻ പേഴ്സണലി എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞ പോലെ വോക്കൽ കോഡ് ഇഷ്യൂസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അത് ആരും കൊടുക്കാത്തൊരു ക്യാപ്ഷനായിരുന്നു, മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ. അപ്പം എൻ്റെ ചാനലിൽ അത്തരത്തിൽ എന്തൊരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഉടനെ അതിൻ്റെ മലയാളം തർജ്ജിമയിൽ അവരെ അങ്ങോട്ട് ശരിക്കും ഒരു നേഴ്സിൻ്റെ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ്. അപ്പം ഈ OET പറയുന്ന കോഴ്സ് നേഴ്സുമാരുടെ ലൈഫായിട്ട് വളരെ റിലേറ്റഡ് ആണ്, മീൻസ് പ്രൊഫഷണൽ ലൈഫായിട്ട്. അപ്പം അത്തരത്തിലുള്ള എക്സാമ്പിൾ മലയാളത്തിൽ കൊടുത്തിട്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് കളിയാക്കാൻ അന്നുണ്ടായിരുന്നു. ലൈക്ക് ജിനു നീ നോക്ക്, മറ്റ് ചാനൽസൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടൊക്കെ ഒന്ന് വീഡിയോ ഇട്, മറ്റ് ചാനലിലൊക്കെ ഉണ്ട് എന്ത് സ്റ്റാൻഡേർഡിലാണ് ഇട്ടിരിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്, കാരണം ഇത് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് അല്ലേ, ഇതിങ്ങനെ മലയാളത്തിൽ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇത്രയ്ക്കും ഇംഗ്ലീഷ് അറിയാത്തവരല്ല നേഴ്സുമാർ. ഓക്കെ, ഇത്രയ്ക്കും അങ്ങോട്ട് മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ല, ഇത്രയ്ക്കും അറിയാത്ത ആൾക്കാർ എന്താണെങ്കിലും നഴ്സിംഗ് പാസ്സാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ അന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, എല്ലാവരും പോകുന്നത് അവരുടെ രീതിയിലോട്ട് പൊക്കോട്ടെ, എനിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു രീതിയുണ്ട്. ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്ത് വീഡിയോ ആയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പം എനിക്ക് എൻ്റെതായ ഒരു രീതിയുണ്ട്, അതിന് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് എടുക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, എന്നെപ്പോലെ തന്നെ മലയാളം മീഡിയം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, എനിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ദൈവം എല്ലാവർക്കും ഒരേ കഴിവല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും എന്നും ഉയർന്ന പോസ്റ്റിൽ മാത്രം ഇരുന്നേനെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, IQ ലെവലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഈ ചാനൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡൻറ്റും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്ത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് അതേ താല്പര്യമുള്ളൂ, ബാക്കിയുള്ളവർ വേറെ രീതിയിൽ പോയിക്കോട്ടെ, അതൊരു തോൽവിയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടും അതിന് ഞാൻ കൊടുത്ത മറുപടിയും. പിന്നീട് ഈ ഒരു മെത്തേഡ് വളരെ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആകുകയും ഞാൻ കുറച്ച് കാലം കഴിഞ്ഞ് യൂട്യൂബൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ മലയാളം എക്സ്പ്ലനേഷനോടുകൂടി OET ക്ലാസ്, റോൾ പ്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്. അപ്പം എന്നോട് എൻ്റെ സ്റ്റാഫൊക്കെ പറഞ്ഞു, മാം ദേ നോക്കിക്കേ, ഒരുപാട് പേര് മാമിനെ ഫോളോ ചെയ്ത് മലയാളം എക്സ്പ്ലനേഷൻ എന്നൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നിങ്ങളൊരു ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യാൻ ആരും കാണത്തില്ല. നിങ്ങളൊരു സക്സസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫോളോ ചെയ്യാൻ ഒരുപാട് പേര് കാണും. സോ മറ്റ് ചാനലിൽ ഇങ്ങനെ വീഡിയോസ് കാണുമ്പം ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാൻ മറ്റുള്ളവരെല്ലാം ഫോളോ ചെയ്ത് മറ്റുള്ളവർ എന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഞാനൊരു സക്സസ് ആണെന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് വളരെ സന്തോഷമുള്ളൂ. ഒരു വിഷമവുമില്ല, മറ്റുള്ളവർ എന്നെ ഫോളോ ചെയ്യുന്നതിന് എനിക്കൊരു വിഷമവുമില്ല. കാരണം അവർക്കൊരു റോൾ മോഡലായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യമല്ലേ. അപ്പം അങ്ങനെ പിന്നെ മറ്റൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ള സൈബർ
അറ്റാക്ക് തന്നെയാണ്. നമുക്ക് സൈബർ ബുള്ളിങ് ഒരുപാട്, അതായത് നെഗറ്റീവ് കമൻസിൻ്റെ രൂപത്തിൽ ഒരുപാട് പേര് നമ്മളിങ്ങനെ വളർന്നു വന്നപ്പോൾ ജിനൂസ് അക്കാഡമി കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പർപ്പസ്ഫുള്ളി നമുക്ക് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാഫ് ടെക്നിക്കൽ ടീമും അത് ഫോളോ ചെയ്ത് ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം ഒരു AI പിക്ചർ അല്ലെങ്കിൽ പിക്ചർ ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ ഫേക്ക് ID. ഓക്കെ, അപ്പം ഞാനൊരു പ്രതികരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തു. അതിൻ്റെ താഴെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അമേസിങ് ആയിരുന്നു. എസ്സേ പോലെയായിരുന്നു കുട്ടികൾ ഇങ്ങനെ കമൻറ്റ് എഴുതിയിട്ടുണ്ട്. കാരണം ഇവിടെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഇവിടെ പഠിച്ചിട്ടുള്ളവർ, ഇവിടെ പഠിച്ചു പോയിട്ടുള്ളവർ, ഇപ്പോൾ പ്രസൻ്റ്ലി UK ന്യൂസിലാൻഡിലൊക്കെ ജോലി ചെയ്യുന്നവരായിട്ടുള്ള സ്റ്റുഡൻസ്, അതിൻ്റെ താഴെ വളരെ മനോഹരമായിട്ട് ഒരുപാട് കമൻറ്റുകൾ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു നിമിഷം അതായിരുന്നു. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എൻ്റെ ഉയർച്ചയാണ് നിങ്ങളെ ദുഃഖിക്കുന്നതെങ്കിൽ കൂടുതൽ ദുഃഖിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കുക. അത്രമാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ OET നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അപ്പം ബാക്കിയുള്ള ഏതൊക്കെ കോഴ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ OETക്ക് പുറമെ നമ്മൾ IELTS ഉണ്ട്, ജർമ്മൻ ഉണ്ട്. ഇപ്പോൾ ജർമ്മൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ടുള്ളവർക്ക് നല്ല അടിപൊളി ഓപ്ഷനാണ്. കാരണം നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തികം കുറവുള്ള ഒരാൾക്ക് എഡ്യൂക്കേഷൻ ലോൺ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് കുട്ടികൾക്ക് പുറത്ത് +2ന് ശേഷം എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ ഹോസ്പിറ്റലും കാറ്റഗറിയുള്ള കോഴ്സൊക്കെ ആണെങ്കിൽ അവിടെ ചെല്ലും അവർ തന്നെ 1 ലക്ഷം രൂപയിൽ മുകളിൽ സ്റ്റേഫൻഡ് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. ആ ഒരു സ്റ്റേഫൻഡോടുകൂടി കുട്ടികൾക്ക് പഠിക്കാം. അപ്പോൾ എന്താ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ കുട്ടികൾക്ക് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ജർമ്മൻ ഈ +2 കഴിഞ്ഞവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ ജർമ്മൻ പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് PT ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങാനുള്ള നമ്മളൊരു വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും ഓഫ്ലൈനും ഓൺലൈനായിട്ട് തുടങ്ങും. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു 2 years ഏറ്റവും നല്ലൊരു നിമിഷങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ആ നല്ല നിമിഷത്തിന് കുറച്ചുകൂടെ ഒരു ഫെദർ ടു ക്യാബ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് കുറച്ച് അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ജിനൂസ് അക്കാഡമിക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് അറിയാം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. അവർ ഇല്ല എന്നല്ല, ആ നേഴ്സുമാരില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരിക്കലും ഇരിക്കില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു സപ്പോർട്ട് തന്നിട്ടുള്ളത്, ഒരു അംഗീകാരം എനിക്ക് നേഴ്സുമാരുടെ ഇടയിൽ തന്നിട്ടുള്ളത് നേഴ്സുമാർ തന്നെയാണ്. അവരോട് എനിക്കൊരു അവസരത്തിൽ വലിയൊരു താങ്ക്സ് ഞാൻ പറയുകയാണ്. ദെൻ ഒഫീഷ്യലി നമുക്ക് മറ്റ് അംഗീകാരങ്ങളായിട്ട് കിട്ടില്ല. ഇപ്പം ശൈല ടീച്ചറുടെ ഇന്ന് ഹൈ ഫ്ലൈ ഇയർ ഓഫ് ദ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിൽ നിന്നും ബെസ്റ്റ് എഡ്യൂക്കേഷണൽ അക്കാഡമിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ബ്രാൻഡ് അവാർഡ് ഋഷിരാജ് സാറിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അവാർഡുകൾ നമുക്ക് കിട്ടി. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം തന്നിട്ടുള്ളത് എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. ദെൻ നമുക്കിപ്പം നല്ലൊരു അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലോട്ട് കൂടുതലായിട്ട് ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാനായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഭാവന നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഒരു പ്ലസൻ്റായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും അങ്ങനൊരു ആളെ തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്ന നമ്മളുടെ ഭാവനെ തിരഞ്ഞെടുത്തത്? ദേവിക ചോദിച്ച ഈ ക്വസ്റ്റിനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ. നമുക്ക് കേരളത്തിൽ മാത്രമല്ല, പുറത്തോട്ട് കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഇപ്പം ഭാവനയുടെ ഒരു സാന്നിധ്യം വളരെ സജീവമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പം ഫ്യൂച്ചറിൽ ജിനൂസ് അക്കാഡമിയുടെ ഒരു ബ്രാഞ്ച് പുറത്തോട്ട് നമ്മൾ അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭാവനയുടെ ഫേസ് എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളത് ഒരു റീസൺ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾഡ് ജനറേഷനും അതുപോലെ തന്നെ ന്യൂ ജനറേഷനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു നടിയാണ് ഭാവന എന്ന് പറയുന്നത്. ആരോട് ചോദിച്ചാലും ഭാവന നമ്മൾക്കൊരു എന്താ പറയുക, ഒരു ഫാമിലി മെമ്പറിനെ പോലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഭാവനയോട് എല്ലാവർക്കും ഉണ്ട്. അതും നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു റീസണാണ്. പിന്നെ ജിനൂസ് അക്കാഡമി എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു ട്രസ്റ്റ് ഉള്ളൊരു സ്ഥാപനം എന്നാണ് നേഴ്സുമാരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ജിനൂസ് അക്കാഡമിയുടെ ട്രസ്റ്റ് ഫേസ് ആയിട്ട് നിൽക്കാൻ എനിക്ക് എൻ്റെ ഒപ്പം ആ ഒരു ഇമ്പാക്റ്റ് തോന്നിയത് ഭാവനയുടെ ഫേസിലാണ്. നമുക്ക് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഓക്കെ,
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ലൈഫിൽ കുറച്ച് റിസ്ക് എടുക്കാതെ ഒന്നും സക്സസ് ആവത്തില്ല. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ മാമിൻ്റെ ലൈഫിലാണെങ്കിലും ജിനൂസ് അക്കാഡമി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഞാൻ ഓൺലൈൻ തുടങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു റിസ്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിങ്ങനെ ഒരു സ്ഥാപനമായിട്ട് എസ്റ്റാബ്ലിഷ് ആവും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതല്ല. ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ സ്റ്റുഡൻസ് അന്വേഷിച്ച് വന്നപ്പോൾ നമ്മൾ പതുക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷേ ഞാൻ ഏറ്റവും വലിയൊരു റിസ്ക് എടുത്തത് എൻ്റെ ഈ ഒരു ഓഫ്ലൈൻ തുടങ്ങിയ സമയത്താണ്. അതായത് ഈ ഓഫ്ലൈൻ ഞാൻ ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഓഗസ്റ്റ് 1 ഓഫ്ലൈനിലേക്ക് അഡ്മിഷൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ അങ്ങോട്ട് ഇട്ടു, യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് ഞാനത് ചെറിയ രീതിയിൽ സ്പോൺസേഡ് വിട്ടു. ഓക്കെ, എന്നിട്ട് അഡ്മിഷൻ ബുക്കിംഗ് എടുത്തോളാനായിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു. ഈ ബുക്കിംഗ് എടുക്കാനായിട്ട് പറയുന്ന ഈ സമയത്തും ഈ പോസ്റ്റർ ഇട്ട സമയത്തും എനിക്ക് ഓഫ്ലൈനിൽ ഒരു ബിൽഡിങ്ങും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അതായത് ഞാൻ ആ സമയത്ത് ഒരു 0 ആയിരുന്നു. ഓഫ്ലൈൻ്റെ പ്ലാനിൽ ഐ എം എ ബിഗ് 0 ദാറ്റ് ടൈം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 25 ദിവസം ഉണ്ടായിരുന്നു. ആ 25 ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിൽഡിംഗ് കണ്ടുപിടിച്ച് എത്തിയത്. ഈ ബിൽഡിംഗ് കണ്ടുപിടിച്ച സമയത്ത് ഇവിടെ ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഈ ഒരു ബിൽഡിംഗ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പെയിന്റിങ്, ഒരു ടൈൽസ്, അങ്ങനെ ഒരു വർക്കും കഴിയാതെ, ഒരു ഗ്ലാസ് ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇവിടെ ഒരു ഷട്ടർ പോലും പിടിപ്പിക്കാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ആയിട്ട് കിടക്കുമായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി 15 ദിവസം കൊണ്ട് ഇതിനകത്തുള്ള കംപ്ലീറ്റ് വർക്ക് തീർത്ത് കറക്റ്റ് 1-ാം തീയതി ഞാൻ പറഞ്ഞ ടൈമിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ബാച്ചിനെ കയറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റിസ്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇട്ട ശേഷം ബിൽഡിംഗ് തപ്പ് നടന്നൊരു വ്യക്തി ഞാനായിരിക്കും. നമ്മളുടെ സ്ത്രീകൾ നമ്മളുടെ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും കുറേ സ്ട്രഗിൾ നേരിടുന്നുണ്ട്. അപ്പം ഈ ഒരു വുമൻസ് ഡേയിൽ പറയാനായിട്ട് എന്താണുള്ളത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തിപ്പം എന്തായാലും ജോലി 10 വർഷം ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് മാമിനുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ്, മാമിൻ്റെ ഒരുപാട് പേര് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിങ് എന്ന് തോന്നിയിട്ടുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ സ്ട്രഗ്ലിംഗ് ആണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ മാമിന് എന്താണ് പറയാനുള്ളത് അവരൊന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ, എസ്പെഷ്യലി നഴ്സുമാരുടെ ഇടയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ ആയിട്ടുള്ള നഴ്സുമാരാണ് ഈ ഒരു OET ഒക്കെ പഠിച്ച് പുറത്തോട്ട് പോകാനായിട്ട് കൂടുതലായിട്ടും മുന്നോട്ട് വരുന്നത്. അപ്പം ഒരു പുരുഷൻ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പോലെയല്ല ഒരു സ്ത്രീ ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് 90% ആൾക്കാർക്കും ഫാമിലി ഉള്ളവരാണ്. നമ്മൾ എത്ര കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരമ്മ വേണം ഒരു കുഞ്ഞിനെ പരിചരിക്കാനായിട്ട്, ഒരു ഭാര്യ വേണം ഒരു ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ. അതിനകത്തൊന്നും ഇന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നമുക്ക് മാറ്റം വന്നിട്ടില്ല, വരുത്താനും പറ്റത്തില്ല. ഒബിയസ്ലി നമുക്ക് ഫാമിലി ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ് അല്ലേ. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. അപ്പം ഈ ഒരു OET പോലുള്ള അല്ലെങ്കിൽ പുറത്തേക്കുള്ള IELTS ആയിക്കോട്ടെ, ജർമ്മൻ ആയിക്കോട്ടെ, ഇങ്ങനൊരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരു സ്ത്രീ ഇറങ്ങിത്തിരിക്കുമ്പം അതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. കാരണം ഈ ഒരു കോഴ്സ് തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശ്രമകരമായിട്ടുള്ളൊരു കാര്യം, നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം വർക്ക് ചെയ്യണം, ഫാമിലിയുടെ കാര്യം നോക്കണം, ഇതിനോടൊപ്പം പഠിക്കണം. അപ്പം അതിനുവേണ്ടി അവരെടുക്കുന്നൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എനിക്ക് ശരിക്കും ഞാൻ ആ സ്റ്റുഡൻസിനൊക്കെ ശരിക്കും ഒരു മൊമെൻറ്റിൽ എനിക്ക് സല്യൂട്ട് ചെയ്യാണ് ഞാൻ അവരെ. കാരണം ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് അവർ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു പുരുഷൻ ഇറങ്ങി തിരിക്കുന്ന പോലെയല്ല ഒരു സ്ത്രീ ഇറങ്ങി. ഇത്ര റെസ്പോൺസിബിലിറ്റി ഒരു പുരുഷനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം എത്രയൊക്കെ നോക്കുമെന്ന് പറഞ്ഞാൽ പോലും ഒരു അമ്മ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്ന പോലെയല്ല ഒരു ഫാദർ കെയർ ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിലുള്ള റെസ്പോൺസിബിലിറ്റി അല്ല ഒരു പുരുഷനുള്ള, രണ്ടും രണ്ടാണ് അല്ലേ. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ, ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഓരോ നേഴ്സുമാരും അവരുടെ ഫാമിലിയിലൊന്ന് കയറ്റി വിദേശ രാജ്യത്തോട്ടൊന്ന് എത്തിക്കാൻ, നല്ലൊരു ജോലി, നല്ലൊരു സാലറി, നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അതിൻ്റെ പിന്നിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അല്ലേ. നമ്മൾ പല മഹാന്മാരുടെ സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ അവർ പറയാറുണ്ട് ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും സ്ട്രഗിളിൻ്റെയും കഥ എല്ലാവർക്കും പറയണ്ട. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടുള്ളവർ മാത്രമേ ഇന്ന് നല്ലൊരു നിലയിൽ എത്തിയിട്ടുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനെ ഒരു കഷ്ടപ്പാടായിട്ട് കാണാതെ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ സ്ട്രഗിളും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതണം. ഒരു നേഴ്സ്, ഒരു OET എന്ന് പറയുന്ന കടമ്പ കടക്കുന്നതിലൂടെ ഒരു കുടുംബം തന്നെയാണ് ശരിക്കും സക്സസ്സിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മളുടെ ജിനൂസ് അക്കാഡമിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്?
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതി ഇപ്പം നമ്മളിതുള്ളത് ഒരു റെൻറ്റഡ് ബിൽഡിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു സാഹസത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു ഓഫ്ലൈനാണ്. എനിക്ക് ടീച്ചിങ് വളരെ ഇഷ്ടമാണ്, കുട്ടികളെ നേരിട്ട് കണ്ട് പഠിപ്പിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു സാഹസികമായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഓഫ്ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്. അപ്പോൾ എനിക്ക് പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അടുത്ത എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വന്തം ബിൽഡിംഗ് ആണ്. ഓഫ്ലൈൻ ക്ലാസ്സുകളടക്കമുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ ഉള്ള എൻ്റെ ഒരു സ്വന്തം ബിൽഡിംഗ് ആണ് എൻ്റെ അടുത്തൊരു ഡ്രീം എന്ന് പറയുന്നത്. അതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഡ്രീമാണ് ഞാനിപ്പോൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞത്. എനിക്കൊരു ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഫിനിഷ് ചെയ്തു. അടുത്ത എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഓഫ്ലൈൻ ബിൽഡിംഗ് തന്നെയാണ്. നമ്മളുടെ പ്രേക്ഷകരോട് ഇന്ന് വുമൻസ് ഡേ ആയിട്ട് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് ജസ്റ്റ് ഒന്ന് സജഷൻ പോലെ കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും ഈ ഒരു വുമൻസ് ഡേയിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഫാമിലിയായി എന്നാൽ ഞാൻ ഒതുങ്ങിക്കൂടാം എന്ന് ചിന്തിക്കുന്ന പലരുണ്ട്. അങ്ങനെ നിങ്ങൾ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഒരു കിച്ചണിൻ്റെ അകത്ത് അല്ലെ, അങ്ങനെ ഒരു വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്നവരായിരിക്കും പലരും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പോകരുത്. ശരിയാണ്, ഞാൻ മുന്നോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്, ഇതെല്ലാം എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് വരും, എനിക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് മുന്നിലുള്ളത് എല്ലാം തടസ്സങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും തരണം ചെയ്ത് മുന്നോട്ട് വരണം. ഞാൻ എപ്പോഴും പറയുന്ന, എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് സപ്പോർട്ടുള്ള ഹസ്ബൻഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാദർ ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യലി ഒത്തിരി സപ്പോർട്ടുള്ള ഫാദർ ഉണ്ടായിരിക്കും, ഹസ്ബൻഡ് ഉണ്ടായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു ജോലിയുള്ള സ്ത്രീക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അല്ല ഒരു ജോലി ഇല്ലാത്ത സ്ത്രീക്ക് ഇന്ന് സമൂഹം തരുന്നത്, അല്ലേ? അത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പറയും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ഒന്നും ഒരു കുറവായിട്ടല്ല നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇത്ര സ്ട്രഗിൾ ചെയ്ത് ഒരു ഫാമിലിനെ ഒരു വുമൺ കൊണ്ടുപോകുമ്പോൾ എന്താണ് ആ സ്ത്രീക്ക് ആ ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും തിരിച്ചു കിട്ടുന്നത്? നമ്മൾ എടുക്കുന്ന സ്ട്രഗിളിൻ്റെ 4/1 ഭാഗം റെസ്പെക്റ്റ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങളൊരു സാലറി ഉള്ള ഒരു ജോലി മേടിച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആണോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്നത്? എന്തുകൊണ്ട് സൊസൈറ്റി അത് മനസ്സിലാക്കുന്നില്ല? അപ്പം നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മുടെ ലൈഫ് ത്യജിച്ചിട്ട് നമ്മൾ ഫാമിലിക്ക് വേണ്ടി നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് റിലേറ്റീവ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്? അങ്ങനെയാണ് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കണം. നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ കൈ നീട്ടാനായിട്ടൊരു അവസരം എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ മദർ എന്നോട് പറയുന്നൊരു കാര്യമാണ്, ജിനു ഒരിക്കലും ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിൻ്റെ ഹസ്ബൻഡിന് മുമ്പിൽ നീ ചെന്ന് നിൽക്കാനായിട്ട് പാടില്ല. ഫിനാൻഷ്യലി എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് അത് ഡിഫറൻറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനേക്കാൾ ഉപരി നമ്മളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, അല്ലേ? എല്ലാവരും പറയാറുണ്ട് എന്തൊക്കെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിലും ആ ഒരു ഏണിംഗ് കപ്പാസിറ്റി ഉള്ളവനെ ഇന്ന് സൊസൈറ്റി ബഹുമാനിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അംഗീകരിക്കുന്നുള്ളൂ. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുൻനിരയിലേക്ക് ഇറങ്ങി വരിക തന്നെ വേണം. അതിന് നിങ്ങളുടെ മുമ്പിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് ഓരോ സ്ത്രീയും മുന്നോട്ട് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് ഒരു വുമൻസ് ഡേയിൽ പറയാനുള്ളൊരു മെസ്സേജ്. ഒത്തിരി മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാം ഷെയർ ചെയ്തത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വുമൻസ് ഡേയിൽ ബാക്കി എല്ലാവർക്കും അതൊരു പ്രചോദനമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. സോ നമ്മളുടെ കേരള വിഷൻ സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു സാന്നിധ്യത്തിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.